വോക്സ് വാഗൻ കമ്പനിക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനർ, ഹോളണ്ടുകാരനായ ഒരു ട്രെയിനർ MCCയിൽ വന്ന് ഫ്രീ ആയിട്ട് കുറച്ചു കാലം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു. ശരി. അപ്പം എന്നിട്ട് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചുത്രേ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സൈറ്റിൽ എല്ലാ ബ്രാൻഡിൻ്റെയും ലോഗോസ് ഉണ്ട്, KMCCയുടെ ലോഗോസും ഉണ്ട്. ഞങ്ങൾക്കറിയാം KMCCക്കാർക്ക് ഞങ്ങൾക്കൊന്നും കിട്ടില്ല, ബാൻഡും കിട്ടില്ല, MLA ആവാൻ പറ്റില്ല, ചെയർമാൻ സ്ഥാനം ആകാൻ പറ്റില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റില്ല, ഒക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ഞാനൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടി കൂടെ ഇപ്പോൾ ഒന്ന് പ്രവാസികളുടെ ഈ വിമാന കമ്പനികളുടെ ചൂഷണം, അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മുറവിളി കൂട്ടുന്നതാണ് പ്രവാസികളുടെ വോട്ടവകാശം. അതെ, പ്രവാസികളുടെ ഈ വോട്ടവകാശത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഗവൺമെൻറ്റുകൾ പറയുന്നത് ചില ഭരണഘടനയിലെ ചില തിരുത്തലുകൾ വേണമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ആർട്ടിക്കിൾ 50 ആണ് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 26, 27. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിലിറ്ററി പേഴ്സൺസിന് കൊടുക്കുന്ന ആ ഒരു പ്രിവിലേജാണ് ഇപ്പം പ്രവാസികൾക്ക് കിട്ടിയിട്ടുള്ളത്. പ്രവാസികളാണെങ്കിൽ നാട്ടിൽ വോട്ട് ചെയ്യാനുള്ള നാട്ടിൽ വോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം പ്രവാസികൾക്ക് ഇപ്പം വോട്ടവകാശമുണ്ട്, നാട്ടിൽ പോയി വോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ ഫ്ലൈറ്റ് കാശ് മുടക്കിയിട്ട് ഇത്രയും ആളുകൾ നാട്ടിലെത്തിക്കുക എന്ന് വലിയൊരു പ്രയാസമാണ്. അതെ, അവിടെ ഈ കുറെ കൂടി സാങ്കേതികതയുടെ ഒരു പ്രശ്നമാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതും ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഏജൻസി പറഞ്ഞിട്ടുള്ളതും. കാരണം നമുക്ക് ഇപ്പം തന്നെ അറിയാം, നമ്മുടെ വോട്ടിംഗ് മെഷീനിനെ, ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്ന അധിക പേരും ആ മെഷീനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത്തരമൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വോട്ടുകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ട്. രണ്ട്, ഈ ഓൺലൈനിൽ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ബൂത്ത് വെച്ചിട്ട് ചെയ്യാവുന്നൊരു സംഭവമാണെങ്കിലും അത് ഇപ്പം ദുബായ് അല്ലെങ്കിൽ സൗദി പോലെയുള്ള നമ്മുടെ 10 ലക്ഷത്തിൻ്റെ മേലെയുള്ള ആളുകൾ, അതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ നമ്പർ ഓഫ് ബൂത്ത് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ബൂത്തുകൾ ഏർപ്പാടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഡിസ്കഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പം വോട്ടവകാശമുണ്ട്, ഇവിടുന്ന് വോട്ട് ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനമാണ് ഇപ്പം ഇല്ലാത്തത്. രണ്ടാമത്തത് ഈ പറഞ്ഞ വിമാനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് നമുക്കറിയാം, ഈ പ്രവാസം തുടങ്ങിയ അന്ന് മുതലുള്ളതാണ്. ഇത് ഇന്നത്തേത് പുതിയതല്ല. പ്രത്യേകിച്ച് ഈ അവധി നാളുകളിൽ വരുന്ന വർദ്ധിച്ച തോതിലുള്ള ചാർജ്, കൈത്തറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അത് പറയാം. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിൽ ഫ്ലൈറ്റ് ഫുള്ളായിട്ടായിരുന്നു കൂടിയിട്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളതാണ് ഈ ചാർജിങ് സിസ്റ്റത്തിൻ്റെ മാനദണ്ഡം. ഡിമാൻഡ് കൂടുമ്പോൾ ഇപ്പോൾ 10 സീറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ 11 വില കൂടുന്നു, അങ്ങനെ. പക്ഷേ ഇവിടെ നിങ്ങൾ 3000 അല്ലെങ്കിൽ 2000 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ എത്രയോ സീറ്റുകൾ ഒഴിഞ്ഞ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൊള്ള തന്നെയാണ്. ആദ്യകാലങ്ങളിൽ സത്യസന്ധമായി ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് പോയിരുന്നതെങ്കിൽ ഇപ്പം അത് കൊള്ളയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പല ഇതിലും വളരെ എല്ലാ സീറ്റും ഫുള്ളല്ല. ഇപ്പോൾ സാധാരണ ഒരു 321-ൽ 182 സീറ്റുകളാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 150, ബാക്കി അത്രയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടും ഈ പറഞ്ഞ ഹൈ ചാർജസിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇന്ന് പോകണമെങ്കിൽ ഈ ഹൈ സീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ടിക്കറ്റ് കിട്ടും, എപ്പോഴും കിട്ടും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം ഇത് കൊള്ളയാണ്. അതെ, അപ്പം മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഇപ്പോൾ ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് പോകണമെങ്കിൽ ഇന്ന് ടിക്കറ്റ് ഇല്ല. അന്ന് ഫ്ലൈറ്റിന്റെ എണ്ണം കുറവായിരുന്നു, എയർപോർട്ടുകളുടെ എണ്ണം കുറവായിരുന്നു. അതൊക്കെ ഫ്ലൈറ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് റിമൈൻസ് ദി സെയിം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എയർലൈൻ ഇപ്പോൾ 30,000 ആളുകളെ കൊണ്ടുപോയ ഒരു എയർലൈൻ അനുഭവം ഉണ്ടല്ലോ, എന്തുകൊണ്ട് KMCCക്ക് ഒരു ബദൽ സംവിധാനം ആലോചിച്ചൂടാ? എങ്ങനെ?
ഒരു ഇങ്ങനത്തെ സർവീസ്, വിമാന സർവീസ് തന്നെ KMCC ചാർട്ടേഡ് ഫ്ലൈറ്റ് KMCCക്ക് ആലോചിക്കാവുന്ന സംഭവമാണ്. അല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും നടക്കുന്ന ഒന്നല്ല. അതൊരു പ്രത്യേക ഗവൺമെൻറ് പെർമിഷനോട് കൂടി മാത്രം നടക്കുന്ന ഒന്നാണ്. അല്ല, പെർമനന്റ് സംവിധാനമാണെങ്കിലോ? എയർലൈൻസോ? എയർലൈൻസ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്കറിയാലോ, ഒരു ഇമോഷണലായിട്ട് സമീപിക്കേണ്ട ഒന്നല്ല എയർലൈൻസ് ഇൻഡസ്ട്രി. വളരെ സീരിയസ് ആയിട്ട് നടക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഇന്ത്യയുടെ എയർലൈൻസ് ഇൻഡസ്ട്രി എടുത്താൽ ലാഭകരമായി നടക്കുന്ന ഏത് കമ്പനിയാണുള്ളത്? അല്ല, ഈ KMCC ചെയ്യുന്നതൊന്നും ലാഭം നോക്കിയിട്ടല്ലല്ലോ. അല്ല, നഷ്ടം വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നടത്തിയിട്ടുണ്ടോ? അല്ല, അവിടെയാണ് പ്രശ്നം. KMCCയെ സംബന്ധിച്ച് ആളുകൾക്ക് ഏറ്റവും നല്ല റേറ്റ് കൊടുക്കാൻ പറ്റണം. ഈ റേറ്റ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഇപ്പുറത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു സുസ്ഥിരത വേണ്ടേ, ഒരു സ്റ്റാബിലിറ്റി വേണ്ടേ കാര്യങ്ങൾക്ക്. ഇപ്പം നാട്ടിൽ കൊടുക്കേണ്ട ചാർജസ് KMCCക്കായാലും അല്ലാതായാലും സെയിം ആണ്. പൈലറ്റിന് കൊടുക്കേണ്ട സാലറി ഒന്നാണ്. അപ്പം ഇത് വെച്ചിട്ട് KMCC ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അത് സബ്സിഡൈസ് ചെയ്തിട്ട് KMCC കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം KMCC ഒരു ബിസിനസ് ഹൗസ് അല്ല. KMCC ഒരു ബിസിനസ് ഹൗസ് അല്ല. KMCC ഒരു ഗ്രാസ് റൂട്ട് ലെവൽ സംഘടനയാണ്. നിങ്ങൾ ഇപ്പോൾ നേരത്തെ റഹ്മാൻക പറഞ്ഞല്ലോ, ഏത് സംവിധാനത്തിലും KMCC സജീവമായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനം കൊണ്ടാണ്. ഞങ്ങളൊരു ബിസിനസ് ഹൗസ് തുടങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ ചിട്ടി ഫണ്ടുകളില്ല, ഞങ്ങൾക്ക് പിന്നെ വരുമാന മാർഗങ്ങളില്ല. അത് എന്ന് തുടങ്ങുന്നു അന്ന് അവസാനിക്കും ഈ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനം. ഇത് ഞങ്ങളെ നേതാക്കന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പഠിപ്പിച്ച പാഠങ്ങളാണ്. അപ്പോൾ പലരും വരാറുണ്ട്, ഒരു മാക്രോ ലെവലിൽ ഒരു വലിയ ലെവലിലൊക്കെ ചെയ്തുകൂടെ? ഇല്ല, ഏതെങ്കിലും മൈനർ സംവിധാനത്തിന് അവരുടേതായ ഇടയിൽ ഒരു മൈക്രോ സംവിധാനം വഴി ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അതൊരു വലിയ സംഭവമായിട്ട് ഇപ്പം ദിനേശ് ബേഡി പോലെ അല്ലെങ്കിൽ യൂരാലിംഗൽ സൊസൈറ്റി പോലെ അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും ഒരിക്കലും KMCC അല്ല. യൂരാലിംഗൽ സൊസൈറ്റി ഒക്കെ പറയുമ്പോൾ അത്തരം സംരംഭങ്ങളെക്കുറിച്ച് KMCC ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ യൂരാലിംഗൽ സൊസൈറ്റി CPMൻ്റെതാണ്. CPMന് എന്ത് ഗുണമാണ് അത് ഇൻവേരിയബിളി കൊടുത്തിട്ടുള്ളത്? കുറച്ച് പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ പാർട്ടി ഫണ്ടിലേക്ക് പോകണ്ടോ? നമ്മൾ ചർച്ച അല്ല ഞാൻ ചോദിക്കുന്നത്, പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ KMCCക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും? പറ്റില്ല. അവിടെയാണ് പ്രശ്നം. കുറെ ആൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. നമ്പർ എത്ര പേർക്ക്? നമ്മളൊരു കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംരംഭം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതുവരെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. ഈ ഐഡിയോളജിയെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഐഡിയോളജി വൺസ് കോംപ്രമൈസ്ഡ്, പിന്നെ അത് എപ്പോഴും കോംപ്രമൈസ് ചെയ്യും. KMCC എന്നും ഈ പറഞ്ഞതുപോലെ ജനങ്ങളോടൊപ്പം അവരുടെ അവശതയും പ്രശ്നങ്ങളും പരിഹരിക്കാൻ അതാണ് KMCCയുടെ ലക്ഷ്യം. അതെ, ഇതൊരു മാറാൻ ഉള്ള ചിന്തയില്ല. ഇതൊരു ഗ്രാസ് റൂട്ട് ലെവൽ ഡൈനാമിക് സംഘടനയാണ്. ഇതൊരു ബിസിനസ്സും ചെയ്തുകൊണ്ട് ഒറ്റ ഇരിപ്പിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിക് സംഘടനയല്ല. എന്ന് സ്റ്റാറ്റിക് സംഘടന ആകുന്നു അന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് മേലെ വരേണ്ടി വരും. മേലെ വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കുറേ പേപ്പർ സംഘടനകളായിട്ട് അല്ലെങ്കിൽ പേപ്പർ കൂട്ടമായിട്ട് KMCC മാറും. ഞങ്ങളത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് മനോഹരമായി ഡോക്യുമെൻ്റ് ചെയ്ത് അവരവതരിപ്പിക്കും. അവർ പറയുന്നത് അവരെന്നെ വിശ്വസിക്കുന്നില്ല, കേൾക്കുന്നവരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ KMCC സംബന്ധിച്ച് ആരെയും വിശ്വസിപ്പിക്കേണ്ട ഒരു സംഭവമൊന്നുമില്ല. ഇപ്പം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടല്ല ഞങ്ങളാരും വയനാട്ടിൽ പോയത്. ഞങ്ങൾ 50 കുട്ടികൾക്ക് കൊടുക്കണമെന്ന് അവിടെ പറഞ്ഞതും ഞങ്ങൾ മാധ്യമങ്ങളോടൊന്നുമല്ല, അവിടുത്തെ ആളുകളോടാണ് പറഞ്ഞത്. അവർക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് താല്പര്യമുണ്ട്. അപ്പോഴും അവർക്ക് ആശങ്ക കുട്ടികൾ വരുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ ഡേ വെക്കുന്നത്. ഇൻ്റർവ്യൂ ഡേ വെച്ചപ്പോഴാണ് 50-ൽ പരം കുട്ടികൾ വരുന്നത്. അതിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ ജീവിതത്തെ ത്തോടുള്ള അവരുടെ മനോഭാവം നമുക്ക് കിട്ടി. ഇപ്പം ഞാൻ ഈ ഒരു കമ്പനിയിൽ, നിങ്ങളെ കമ്പനിയിൽ വയനാട്ടിൽ നിന്നൊരാളെ എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുമ്പോൾ എനിക്ക് ആ കാൻഡിഡേറ്റിനെ കുറിച്ച് എനിക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയത്. കാരണം അവൻ്റെ ജീവിതത്തോടുള്ള ഇന്നത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ KMCCയെ സംബന്ധിച്ച് ഒരു ജനറേഷൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാലറിയാം, ഇവിടുത്തെ പിന്നെ എഴുത്തുകാർ, ആദ്യത്തെ എഴുത്തുകാരുടെ ഒരു സ്റ്റൈലല്ല ഇപ്പോഴത്തെ എഴുത്തുകാരുടെ. അവർക്ക് വേണ്ട വേദികളും അവർക്ക് വേണ്ട പ്ലാറ്റ്ഫോമുകളും വേറെയാണ്. ഇപ്പം മുമ്പ് കാലത്തൊക്കെ നാസിർ ബാബുവിനെ അറിയാം, അവർക്ക് പുസ്തകങ്ങൾ ഇറക്കുക,
അല്ലെങ്കിൽ അവർക്ക് അതുപോലത്തെ കാര്യങ്ങളാണ്. ഇന്ന് അതിൽ നിന്ന് ഭിന്നമായിട്ട് കുറച്ചുകൂടി ഒരു ഒരു എങ്ങനെയാണോ ഇയാളൊരു ഒരു ക്രമത്തിൽ മീൻസ് ഒരു 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 ഘടനയെ തൻ്റേതാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ ഒരു പേഴ്സണാലിറ്റി ബിൽഡപ്പാണ്. ബ്രാൻഡിങ് ആണ് ശരിക്കും. അതെ, അതിന് ഒറ്റ വാക്കിൽ ബ്രാൻഡിങ് എന്ന് പറയാം. ഒരു പേഴ്സണാലിറ്റി ബിൽഡപ്പിലേക്ക് വരുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു ന്യൂജൻ റൈറ്റേഴ്സും ന്യൂജൻ പാട്ടുകാരായാലും അതുപോലെ മറ്റു മേഖലകളിലുള്ള ആൾക്കാർ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂടിയപ്പം വെറുതെ സംസാരിച്ചു. ഇപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഫിനാൻഷ്യൽ വിദഗ്ധനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ലോകത്തുള്ള സമ്പന്നന്മാരിൽ ഇപ്പം എണ്ണപ്പെട്ട സമ്പന്നന്മാർ സ്പോർട്സ് ഫീൽഡിൽ നിന്നാണ്. കളിച്ച് പണമുണ്ടാക്കുന്നവരാണ്. പണ്ട് കളിച്ച് കളയുന്നവരായിരുന്നു. അപ്പം ഇന്ന് കളിച്ച് പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് കളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമയത്തുള്ള കളിയല്ല. ഇന്ന് കളി ഒരു വരുമാന മാർഗമാണ്, ഒരു ബിസിനസ്സാണ്, ജീവിതമാർഗമായി. അതെ. അപ്പം നമുക്കറിയാം, ഇപ്പം റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനല്ല. റൊണാൾഡോ ഒരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ ബിസിനസ്സാണ്, ഒരു ബ്രാൻഡാണ്. അതെ, ബിസിനസ്സാണത്. അപ്പം റൊണാൾഡോ സൗദിയിലേക്ക് പോകുമ്പോൾ സൗദിയിലൊരു ബിസിനസ് ഉണ്ടാവുന്നു. റൊണാൾഡോ ഹോളണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബിസിനസ് ഉണ്ടാവുന്നു. നാളെ വേറൊരാൾ വരുന്നു. അപ്പം ഈ മേഖലയിൽ എല്ലാ സമൂഹങ്ങൾക്കും പ്രാതിനിധ്യം വേണ്ടേ? ഇപ്പം നമ്മൾ ഓരോ ഫീൽഡ് എടുത്താൽ ആ ഫീൽഡിലൊക്കെ തന്നെ ഇത്തരം പിന്നാക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യം വരണം. അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഭരണഘടനയൊക്കെ ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് നമ്മൾ വെറും ഒരു തൊഴിൽ മാത്രമായി ചുരുക്കുന്നൊരു കാഴ്ചയാണ് അടുത്ത കാലത്ത് വരെ കണ്ടത്. പക്ഷെ അതിൻ്റെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ട്രെൻഡ് മാറിയ കുട്ടികളാണ് ഇവിടെ കയറി വരുന്നത്. അവരിവിടെ കയറി വരുന്നത് പിന്നെ ജീവിക്കുക എന്നുള്ള ഒരു ചെറിയ ആശയം കൊണ്ടല്ല. ഇപ്പം നിങ്ങളുടെ മകന് ഇവിടെ വന്നിരിക്കുന്നത് നാസർക്ക വന്നിട്ടുള്ള മെൻറ്റാലിറ്റി വെച്ചിട്ടല്ല ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളൂ. അപ്പം എൻ്റെ മകൾക്കുള്ള ഈ ആറ്റിറ്റ്യൂഡല്ല എനിക്കുണ്ടാവുക, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവർക്കുണ്ടാവുക. ദർ എൻ്റർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ എൻ്റർലി ഡിഫറൻ്റ് ഉള്ള ഇപ്പം ഈ ജനറേഷൻ KMCCയിൽ ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ തൊട്ടടുത്ത ജനറേഷനായ എൻ്റെ മകൾ ഈ KMCCയിൽ എങ്ങനെ നിൽക്കും? അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് അവർക്ക് കൊടുക്കേണ്ടത്? ആ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ UAE KMCCയിൽ പിന്നെ നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുമ്പം അത് താഴത്തെ തട്ടിലേക്ക് വരെ കൊണ്ടുവന്ന് പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളിലേക്ക് എത്തിച്ച് അവിടെയാണല്ലോ എൻട്രി പോയിന്റ്. വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനം, അതിനുള്ള മുന്നൊരുക്കമാണ് ഇനിയിപ്പോൾ KMCC ലക്ഷ്യം വെക്കുക. പുതിയ തലമുറയെ എങ്ങനെ ഈ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, നമ്മൾ കൊടുക്കുന്ന സർവീസസ് ആണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സർവീസിനെ എങ്ങനെ മോഡേണൈസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഇപ്പം കാറിൽ പോകുമ്പോഴും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക. ഏതൊരു വിദഗ്ധനെ കാണുമ്പോഴും നമ്മളും പരസ്പരം സംസാരിക്കുന്നതും ഇത്തരം വിഷയങ്ങളാണ്. ഇപ്പം നമുക്കറിയാം പ്രവാസ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് നാളെ നമ്മളും മാറും. അതിൻ്റെ ഇതുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ജോബ് സെല്ല് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. അത് തുടങ്ങാനുള്ള സ്പാർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? KMCCയിൽ അന്ന് പ്രസിഡൻ്റായിട്ട് നമ്മൾ ഇരിക്കുമ്പം ഞങ്ങൾ ഈ ക്യാൻസലേഷൻ ചെയ്തു പോകുന്ന ആളുകൾക്കുള്ള ഞങ്ങളുടെ സ്കീമിൽപ്പെട്ട ആളുകൾക്ക് ഈ ക്യാൻസലേഷൻ ബെനിഫിറ്റുകൾ കൊടുക്കാറുണ്ട്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഒരു പാക്കേജ് ഉണ്ടല്ലോ അവർക്ക് മരണം സംഭവിച്ചാലും സെക്യൂരിറ്റി സ്കീം ഉണ്ട്. അതുണ്ട്. അപ്പം അതിൽ തന്നെ പറയാലോ. അതിൽ ഈ പറഞ്ഞ ക്യാൻസൽ ചെയ്തു പോകുന്നവർക്കുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സമയത്ത് ക്യാൻസലേഷൻ ബെനിഫിറ്റുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു. എന്തുകൊണ്ട്? അപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്നും മനസ്സിലായത്. ഒന്ന്, പുതിയ നാലാം വ്യാവസായിക വിപ്ലവം എന്ന് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻട്രഡക്ഷൻ അന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? രണ്ട്, ഈ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടവരെ എങ്ങനെ സഹായിക്കണം? അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ജോബ് സെല്ലുകളും അപ്സ്കില്ലിംഗ് വർക്ക്ഷോപ്പുകളും തുടങ്ങുകയാണ്. KMCCയിൽ ഇപ്പം വോക്സ് വാഗൻ കമ്പനിക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനർ, ഹോളണ്ടുകാരനായ ഒരു ട്രെയിനർ KMCCയിൽ വന്ന്
ഫ്രീ ആയിട്ട് കുറച്ചു കാലം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിരുന്നു. അത് ശരി. അപ്പം എന്നിട്ട് അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചുത്രേ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സൈറ്റിൽ എല്ലാ ബ്രാൻഡിൻ്റെയും ലോഗോസ് ഉണ്ട്, KMCCയുടെ ലോഗോസും ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഹു ഇസ് ദിസ് കോർപ്പറേറ്റ് എന്നുള്ളതാണ്. കാരണം അവർ കണ്ടിട്ടില്ല ഈ കോർപ്പറേറ്റിനെ. കാരണം ഇയാളുടെ വെബ്സൈറ്റിൽ വോക്സ് വാഗണിൻ്റെയും ഹോണ്ടയുടെയും ഒക്കെ ഇടയിൽ കൊണ്ടുപോയിട്ട് KMCC വെക്കുമ്പോൾ ഇത് അത്രയും വലിയൊരു കോർപ്പറേറ്റ് ആണ് എന്നുള്ള നിലയിൽ, ഒരു MNC ആണ് എന്നുള്ള നിലയിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി റിപ്ലൈ ചെയ്തൊരു ഉത്തരവാദിത്തം എന്നിട്ട് രണ്ടാമത് വന്നു. അപ്പോൾ ഇതെല്ലാം KMCC സംബന്ധിച്ച് തുടർച്ചയായിട്ട് ഐസ്മാർട്ട് എന്ന് പറയുന്ന ഒരു വിങ് വഴി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അത് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാർട്ടി ഫോറങ്ങളിലൊക്കെ പറയുന്നതാണ്, ഈ ഇത്രയും സജീവമായിട്ട് ഈ രംഗത്ത് പാർട്ടിയുടെ ആയിക്കോട്ടെ നാട്ടിൻ്റെ എല്ലാ പരിവർത്തനം മുന്നിൽ നിൽക്കുന്ന KMCCക്ക് ഈ ഭരണകേന്ദ്രങ്ങളിൽ MLA MP ഒക്കെ ആണല്ലോ വേണ്ടത്, അതിലെവിടെയെങ്കിലും ഒരു വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അല്ല, ഞങ്ങൾ അത് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ലോ അത്. അള്ളാഹ്ക്ക് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി കണ്ടറിഞ്ഞ് കൊടുക്കണ്ടേ. അതെനിക്കൊരു അഭിപ്രായമുണ്ട്, ഞാനത് എപ്പോഴും പറയുന്നതാണ്. ഇത് അർഹതയുള്ള ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാർട്ടി തയ്യാറാവണം. കുറേ ആളുകൾ കുത്തകാക്കി വെക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറണം. ഇപ്പം തന്നെ ഒരു തമാശയായിട്ട് പറയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ പാർട്ടിയുടെ നേതാക്കളുടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളെ നേതാക്കളൊന്നും മരിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് അൻവർ സാഹിബേ ഉണ്ടോ? കാരണം മറ്റത് ഞങ്ങൾ അണികൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഒന്ന് മരിച്ചാലേ അടുത്തവരെ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ 2 ടേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പരിവർത്തനം ആവശ്യമാണ്. നമ്മൾ ഈ ഗുണങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. ഈ കാരണം അർഹതയുള്ള ആളുകളെ പരിഗണിക്കണം. അല്ല, അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾക്കറിയാം KMCCക്കാർക്ക് ഞങ്ങൾക്കൊന്നും കിട്ടില്ല, ബെഡും കിട്ടില്ല, MLA ആവാൻ പറ്റില്ല, ചെയർമാൻ സ്ഥാനം പറ്റില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റില്ല, ഒക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ഞാനൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. 1998 ലാത്തൂരിൽ ബോംബെയിൽ എർത്ത് ഉണ്ടായത്. അങ്ങനെ ആ സമയത്ത് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ട് എല്ലാ അസോസിയേഷൻകാരോടും KMCC അടക്കമുള്ള സംഘടനകളോട് ഒരു ഫണ്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് പോയി ഓർമ്മയുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ അത് ഞാൻ ഒന്നുമല്ല, ഞാൻ ഗുജറാത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങൾ 5 ലക്ഷം രൂപകൾ ഉണ്ടാക്കി. ഗുജറാത്ത് കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളും, ദുബായ് കമ്മിറ്റി 15-20 ലക്ഷത്തോളം, എല്ലാ കാര്യങ്ങളും ഒരു 50 ലക്ഷത്തോളം രൂപ ഞങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഇത് അവർ പറയുന്ന സോഷ്യൽ ക്ലബ്ബ് അസോസിയേഷൻ പോലത്തെ ആളുകൾ സജീവമായി രംഗത്ത് വരാത്ത കാലം. അപ്പം അന്നത്തെ അംബാസഡർ സിംഗ് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ ഈ കാശ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ, വൈ KMCC ഈസ് ദിസ് മച്ച്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയധികം അഗ്രസീവായിട്ട് ഇത് കളക്ട് ചെയ്തത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ആളുകൾ സഹായിക്കുക എന്നത് ഞങ്ങളുടെ മതത്തിൻ്റെ, ഞങ്ങളുടെ റിലീജിയസിൻ്റെ ഭാഗമാണ്. ഞങ്ങളിത് സഹായിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാകുമ്പോൾ ഞങ്ങൾക്കിത് പ്രശ്നമില്ല, ഞങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ. നേരെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഇത് ഞങ്ങൾ ഒരു ദീനിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് സഹായം കൊടുക്കുക എന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു പാർട്ട് ഓഫ് അവർ ബിലീവ് എന്ന് പറഞ്ഞാൽ അതായിരിക്കാം. എല്ലാവരും വെച്ച് കാര്യം ഞങ്ങൾക്കാണ്. കാരണം ഇന്ത്യൻ ക്ലബിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സക്കാത്ത് നമ്മളെ ഇതാണ്, നമ്മളിപ്പോൾ 2.5% നമ്മൾ സക്കാത്ത്, അത് നിർബന്ധിത സക്കാത്ത്. അല്ലാത്ത സക്കാത്തും നമ്മൾ കൊടുക്കുക എന്നത് നമ്മളൊരു ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ അത് ഇവിടെ മറ്റുള്ളവർക്ക് അത് കഴിയില്ല. ഇപ്പോൾ ഏത് പരിപാടി ഉണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കും, ഇന്ത്യൻ ഫുജറിയിലൊക്കെ, ഇപ്പോൾ ഫുജറിയിലുണ്ടായിരുന്നു ദുബായ് അദ്ദേഹമാണ് പറയും. ഇപ്പം ഞങ്ങളെ ലോക കേരള സഭ ആവട്ടെ, മലയാളം മിഷൻ ആവട്ടെ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ആവട്ടെ, ഇതുപോലെ ഒരു സഹായം വികസിക്കാൻ ഞങ്ങളായിരിക്കും എപ്പോഴും മുന്നിലുണ്ടാവുക KMCCക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് നമ്മൾ പ്രത്യേകം വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. UAE ഗവൺമെന്റിന് പ്രത്യേക പരിഗണന KMCCക്ക് ഉണ്ടല്ലോ.
അപ്പോൾ അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അപ്പോൾ KMCC നമ്മൾ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും ഇനി അറിയാൻ പോകുന്നതുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡോടെ അവസാനിക്കുന്നില്ല, KMCCയുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ സംരംഭം ഇതിന് ഇനിയും വേണ്ട പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായവും എല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.